പുനലൂർ രാധാസ് ചൗക്ക് റോഡ് പുനലൂർ. ഫോൺ 0475 222 865. ജനവാസ മേഖലയിൽ ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പുനലൂർ നഗരസഭയിലെ തൊളിക്കോട് കേന്ദ്രമായാണ് പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനായുള്ള പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. പുനലൂർ തൊളിക്കോട് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വേമ്പനാട് ബിൽഡിംഗിലാണ് പുതിയ ബിവറേജസ് ഔട്ട്ലെറ്റ് തുടങ്ങുന്നതിനായുള്ള പ്രാഥമിക നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിനായി എക്സൈസ് ഉദ്യോഗസ്ഥർ കെട്ടിടത്തിൻ്റെ മെഷർമെൻറ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ പുനലൂർ FCI ഗോഡൌണിന് സമീപമുള്ള ബിൽഡിംഗിലാണ് ബിവറേജസ് പ്രവർത്തിക്കുന്നത്. ഇതുകൂടാതെയാണ് പുതിയ ഒരു ഔട്ട്ലെറ്റ് കൂടി തുടങ്ങുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചത്. ലോക്കൽ സെയിലും പ്രീമിയം കൗണ്ടറുമാകും തൊളിക്കോടിൽ പ്രവർത്തിക്കുക. ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കത്തിനെതിരെ തൊളിക്കോട് നിവാസികളായ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പ്രവർത്തകർ ഒത്തുകൂടി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പുനലൂർ നഗരസഭ മുൻ ചെയർമാൻ K. രാജശേഖരൻ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇവിടെ നമ്മുടെ ബിവറേജസിൻ്റെ ഔട്ട്ലെറ്റ് വരാൻ സാധ്യതയുള്ള ഇവിടെ ധാരക മോഹനന്റെ ബിൽഡിംഗ് ആണ്. ആ കെട്ടിടത്തിൻ്റെ തൊട്ടടുത്തായിട്ട് 200 മീറ്റർ മാറി 2 സ്കൂളുകൾ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കെട്ടിടത്തിന് ഓപ്പോസിറ്റായി ചെറിയ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്ക് ആണെങ്കിൽ പോലും ഒരു ഡെന്റൽ ക്ലിനിക്ക് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വർഷക്കാലം കൊണ്ട് ഈ പുനലൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർഡിയോളജിസ്റ്റിന്റെ ഹോസ്പിറ്റല് വിദ്യാസുകാർ നമ്മുടെ ഇവിടെ തുടങ്ങാൻ ആരംഭിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒട്ടനവധി വികസന പ്രവർത്തനം നടക്കുന്ന ഒരു ഏരിയയിൽ ഇതുപോലുള്ള ഇത് മദ്യം ആരും കഴിക്കത്തില്ല എന്നൊന്നും ആരും പറയാം. മദ്യം കഴിക്കുന്നവരുണ്ട് കൂടുതലും. ഇത് ഗവൺമെന്റ് ഒരു വരുമാന മാർഗ്ഗമാണ്. എങ്കിലും അത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജനവാസ കേന്ദ്രം അല്ലാത്തിടത്താണ് ഇത് സ്ഥാപിക്കേണ്ട. ഈ സാധനം എവിടെ ഉണ്ടെങ്കിലും കഴിക്കുന്നവർ എവിടെ പോയാലും വാങ്ങിക്കും. എത്ര പൈസ കൊടുത്താലും അത് വാങ്ങിച്ച് കഴിച്ചോളൂ. അപ്പം അത് ഈ തൊട്ടടുത്ത പ്രത്യേകിച്ച് മലയോര ഹൈവേയുമായി ബന്ധപ്പെട്ട പുനലൂർ തിരുവനന്തപുരം റോഡുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശത്ത് ഇത് നിന്ന് ഒഴിവാക്കണമെന്ന് അത് നമ്മുടെ രേഖാമൂലം ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ എക്സൈസ് കമ്മീഷണർക്ക് ഇതിന്റെ പരാതി മെയിൽ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വരാതിരിക്കാനുള്ള എല്ലാ തടസ്സങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും വരാതിരിക്കാനുള്ള നടത്തിയിട്ടുണ്ട്. തുടർന്ന് ഇപ്പോൾ ഇത് ഞങ്ങൾ ഇന്നലെ ആലോചിച്ചൊരു തീരുമാനമാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രതിഷേധം ഇതിന്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് ഈ സൂചനാ പ്രതിഷേധം നടത്തുന്നത്. വാർഡിലെ മുതിർന്ന അംഗം ശിവരാമൻ പിള്ള അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ അഖില സുധാകരൻ പ്രക്ഷോഭ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആനന്ദരാജൻ പിള്ള, ക്യാപ്റ്റൻ സുരേഷ് K, പുനലൂർ നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം പ്രിയ പിള്ള, ബിജു ശാമുവേൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം പുനലൂർ കുളത്തൂപ്പുഴ മലയോര ഹൈവേയിൽ വളരെയേറെ തിരക്കേറിയ ഒരു പ്രദേശമാണ്. നമ്മുടെ പവർ ഹൗസ് മുതൽ ഇന്നിപ്പോൾ ഇവിടെ ഈ ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം വരെ വളരെയേറെ തിരക്കുള്ള ഒരു പ്രദേശമാണ്. ഇന്നലെ രാവിലെയാണ് ഇങ്ങനൊരു ഉദ്യമത്തെക്കുറിച്ച് എൻ്റെ പ്രിയ സുഹൃത്ത് രാജശേഖര സാറ് ഫോണിക്കൂടെ വിളിച്ച് അറിയിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മളത് വേണ്ടപ്പെട്ടവരെ, ഞാൻ കബീരി സ്കൂളിലെ അധ്യാപകനാണ്, അപ്പം തന്നെ സ്കൂളിലെ മാനേജ്മെൻറ്റിനെ അറിയിക്കുകയും ഡോക്ടർ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ സഹായവും സഹകരണവും ഒക്കെ അഭ്യർത്ഥിക്കുകയും ചെയ്തു. വളരെ പോസിറ്റീവായിട്ടാണ് ഈ കാര്യത്തിൽ ഇവരൊക്കെ നിന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ നമ്മൾ ഒരു പേപ്പർ ഡ്രാഫ്റ്റ് ചെയ്ത് പുനലൂർ എക്സൈസ് ഓഫീസിൽ നമ്മുടെ സർക്കിൾ സാറും ഒക്കെ ആയിട്ട് നമുക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുകയും അധ്യക്ഷനും ഉദ്ഘാടകനൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും ഇത്തരം ജനനിബിഡമായ ഈ ഏരിയയിൽ ഇത്തരത്തിലുള്ളൊരു ഔട്ട്ലെറ്റ് വന്നാൽ വരുന്ന ഭവിഷ്യത്തെക്കുറിച്ചുള്ള ബോധം മുന്നേ കണ്ടുകൊണ്ടാണ് ഇവിടെ ഇത് സംസാരിച്ചത്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഔട്ട്ലെറ്റ് ഇവിടെ വരാതിരിക്കാനുള്ള സമരപരിപാടിയുടെ ആദ്യഘട്ടമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. ഇത് ഇവിടെ വരാതിരിക്കാൻ എവിടം വരെ പോകണമോ അവിടം വരെ പോയി ഇതിനെ ഉപേക്ഷിക്കുന്നത് വരെ ഈ സമരം ഇവിടെ ഇങ്ങനെ നടക്കും. ഈ സമരം ഇതിൻ്റെ അണിയറയിൽ കുറേ ആൾക്കാരാണ് ഇപ്പം വന്നിട്ടുള്ളത്. ഇനിയും ഈ തൊളിക്കോട് വാർഡിലെ മുഴുവൻ ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ യോഗം ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും.
നിർദ്ദിഷ്ട സ്ഥലമായ ജനവാസ മേഖലയിൽ നിന്നും ഔട്ട്ലെറ്റ് തുടങ്ങാനുള്ള നീക്കം ഉപേക്ഷിക്കുന്നതുവരെ സമരപരിപാടികൾ തുടരാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഹെൽമറ്റ് പാലസ്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 95 44 70 69 87. തൂക്കുപാലത്തിന്റെ നാട്ടിൽ പുനലൂർ അഞ്ചൽ പാതയിൽ തുളിക്കോട് കേന്ദ്രമായി ഹെൽമറ്റിന് മാത്രമായി ഒരു കൊട്ടാരം. ഹെൽമറ്റ് പാലസ്, തൊളിക്കോട്, പുനലൂർ. വാഹനത്തിന്റെ കളറിനനുസരിച്ച് ഹെൽമറ്റ് തിരഞ്ഞെടുക്കുവാൻ നിരവധി വർണ്ണത്തിൽ, സ്റ്റൈലിൽ വിപുലമായ ശേഖരം. നിരവധി സുരക്ഷാ മാർഗങ്ങളും പ്രത്യേകതകളുമുള്ള കുട്ടികളുടെ ഹെൽമറ്റുകൾ ഞങ്ങളുടെ പ്രത്യേകത. ഗുണനിലവാരമുള്ള ISI മാർക്കുള്ള ഹെൽമറ്റുകൾ വിലക്കുറവിൽ. ഹെൽമറ്റ് വിൽപ്പന രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യം. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷന് സമീപം, ഉമയനെല്ലൂർ, പാരിപ്പള്ളി എന്നിവിടങ്ങളിൽ സഹോദര സ്ഥാപനത്തോടൊപ്പം ഇപ്പോൾ പുനലൂർ തൊളിക്കോടിലും. ഹെൽമറ്റ് പാലസ്, തൊളിക്കോട്, പുനലൂർ. ഫോൺ 95 44 70 69 87.